ജി സുധാകരനെതിരെ നടത്തിയ ആക്ഷേപ പരാമർശത്തിലൂടെ മുഖ്യമന്ത്രിയുടെ തനിനിറം പുറത്തു വന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയുടെ ഇത്തരം പദപ്രയോഗങ്ങൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ PR ഉപദേശം അനുസരിച്ചായിരുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്നതെല്ലാം PR-ന്റെ അഡ്വൈസ് ആണെന്ന് ഞങ്ങൾക്കറിയാം കൃത്യമായിട്ടും. ഈ മാറിയ മുഖവും മാറിയ ശൈലിയും ചിരിക്കാൻ മറന്നുപോയ ആൾ ചിരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്നലെ ജി സുധാകരൻ ചെറ്റത്തരമാണ് കാണിച്ചത് എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തനിനിറം ഇതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതൊരു പ്രചാരണ ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് KC വേണുഗോപാലിന്റെ ആരോപണങ്ങൾ? ഏതായാലും ഹരിഗോവിന്ദ്, ഇപ്പോൾ ജി സുധാകരന്റെ ഈ പരാമർശത്തിലാണ് ഇപ്പോൾ ജി സുധാകരൻ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറയുന്നത് ഈ ഒരു വിഷയത്തിൽ അത് ഈ ചോദ്യം ചോദിച്ചതിന്റെ ഒരു പ്രശ്നമാണെന്നാണ് അദ്ദേഹം ഈ മറുപടി നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുമ്പോൾ അതായത് ഈ ചോദ്യങ്ങൾ, ഈ ഇത്തരത്തിലുള്ള ഈ ഉത്തരം കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാനുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള മറുപടി പറയുന്നത്. അതായത് പിണറായി വിജയനെ ഒരിക്കലും തള്ളിപ്പറയാത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഈ ചോദ്യത്തിന്റെ ഒരു പ്രശ്നമാണ് അത്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് അത്തരത്തിലൊരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഉത്തരത്തിലേക്ക്, അതായത് തന്നെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഈ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചോദ്യം, ആ ഉത്തരത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ചോദ്യമാണ് ഈ ആങ്കറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അല്ലാതെ മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള വിമർശിക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തള്ളിപ്പറയാനോ ഒന്നും ജി സുധാകരൻ തയ്യാറായിട്ടില്ല. ഹരി ഫൈസൽ, അതോടൊപ്പം മുഖ്യമന്ത്രിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും വലിയ വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ ജി സുധാകരൻ പ്രചാരണം ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഒരു മൃദു സമീപനമാണ് ജി സുധാകരൻ സ്വീകരിക്കുന്നത്. അതെന്തായിരിക്കും? തീർച്ചയായും അത് തന്നെയാണ്. അതായത് മുഖ്യമന്ത്രിയെ അദ്ദേഹം ഇതുവരെയും രൂക്ഷമായി വിമർശിക്കാനോ അല്ലെങ്കിൽ ഇത്രയും CPM-നെതിരെയും അല്ലെങ്കിൽ LDF-ലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ അമ്പലപ്പുഴ MLA H. സലാമിനെതിരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ ജില്ലാ സെക്രട്ടറി ഡീൻ R. നാസറിനെതിരെ അദ്ദേഹം ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം ഇപ്പോഴും മൃദു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാമത് മുഖ്യമന്ത്രിയെ വരുന്നതിൽ തനിക്ക് എതിർപ്പില്ല, അല്ലെങ്കിൽ അത് നല്ല കാര്യമാണെന്നാണ് മുഖ്യമന്ത്രിയെ പോഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ആ നിലപാടെടുത്തും തെറ്റിതിരുത്തി. അതായത് മുഖ്യമന്ത്രിയുടെ മൂന്നാം ഊഴം എന്ന സ്വപ്നം വിഫലമാകുമെന്നൊക്കെ രീതിയിൽ വന്നതെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂ, അതായത് ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് മുഖ്യമന്ത്രി അദ്ദേഹം ചെറ്റത്തരമാണ് അദ്ദേഹത്തിന്റെ പരാമർശം എന്ന് പറയുന്നത്. ആ ഒരു പരാമർശത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകർ ജി സുധാകരനോട് അതിന്റെ മറുപടി എന്താണെന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് പ്രശ്നം ചോദ്യത്തിൻ്റെതാണ്. അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ആ ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ചോദ്യത്തിൽ തന്നെ അതിന്റെ മറുപടി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത്തരം ഉത്തരത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട് എന്നത് പറയുന്നത്. അതായത് ഈ ചോദ്യങ്ങൾ ഈ ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിൽ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മറുപടി പറഞ്ഞത് എന്നാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയെ മാത്രം ഇതുവരെയും ഒരു കാര്യത്തിലും തള്ളി പറഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹരി.